ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 60ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 58ാമത്തെ സെഷനിൽ ഞാൻ പങ്കുവച്ചതായ സംഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒരു പൈശാചിക അരൂപി ഒരു വ്യക്തിയിൽ നിന്നും ശുശ്രൂഷയ്ക്കിടയിൽ ഇറങ്ങിപ്പോകാനായിട്ട് ഉള്ള അവസരമായപ്പോഴേക്കും അത് ദയനീയമായിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്ത് പറയും, അവന്മാരെന്നെ എടുത്തിട്ട് അടിക്കും. ആ ഒരു കമൻറ്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അമേരിക്കൻ എക്സോസിസ്റ്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ റൊസേറ്റി അച്ഛൻ്റെ ദ ഡയറി ഓഫ് ആൻ അമേരിക്കൻ എക്സോസിസ്റ്റ്, ആ പുസ്തകത്തിനകത്തുനിന്ന് സമാനമായൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അച്ഛൻ അതേക്കുറിച്ച് നടക്കുന്ന കമൻട്രി നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ തോമസ് അക്യൂനാസ് മാലാഖമാർക്കിടയിലുള്ള 9 വൃന്ദങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് റൊസേറ്റി അച്ഛന് മാലാഖമാർ പിഴച്ച് പിശാചുകളായപ്പോൾ ആ പിശാചുകൾക്കിടയിലും ഇതുപോലെയുള്ള ഗണവ്യത്യാസങ്ങളുണ്ട്, അതനുസരിച്ച് പിശാചുകൾക്കിടയിൽ ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുക നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. വീണ്ടും നമ്മുടെ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി, പിശാചുക്കൾക്കിടയിലുള്ള ഒരു കൂട്ടായ്മയെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയല്ല, മറിച്ച് വെറുപ്പ് എന്നുള്ള ഒരേ ഒരു അവസ്ഥയിൽ പങ്കുചേരുന്ന വഴി ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ അവർക്കുണ്ട്. ഒപ്പം അവർ ഭീകരമായി അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ നിസ്സഹായതയിൽ കീഴ്പ്പെട്ട് നിന്നുകൊണ്ട് നരകരാജ്യത്തിന് വേണ്ടി പൊരുതുന്നു, ദൈവത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ പൊരുതുന്നു, ഇടവരുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ 2 സെഷനുകളിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തയും കൂടെ നമുക്ക് ആത്മീയമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അവരെന്നെ എടുത്തിട്ടടിക്കും എന്ന് പിശാചിൻ്റെ അരുവി പറയുമ്പോൾ പിശാചുകൾക്കിടയിലെ പല ഗണങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ തിരിച്ചറിഞ്ഞത്. പിശാചുകൾക്കിടയിൽ പല ഗണങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ആത്മീയ പോരാട്ടത്തിന് വളരെ പ്രായോഗിക പ്രസക്തി ഉള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ചില മേഖലകൾ വിടുതൽ നമുക്ക് കിട്ടുന്നു, മറ്റു ചില മേഖലകളിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും വിടുതലേക്കാകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷ നടത്തുന്ന ആൾക്കാർക്കും ഇതേ അനുഭവമുണ്ട്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വിടുതലുണ്ടാവുന്നു, അതേസമയം മറ്റു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും സമയമെടുത്ത് പ്രാർത്ഥിച്ചിട്ടും പല പ്രാവശ്യം പല ധ്യാനങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വിടുതലേക്ക് വരുന്നില്ല. എന്താ അങ്ങനെ വ്യത്യാസം? ഇത് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിലും കാണാറുണ്ട്. ചിലർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് ഫലമണിയുന്നതായിട്ട് കാണുന്നു. ഡെലിവറൻസ് മേഖല തന്നെ ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ അഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അനുഭവത്തിൻ്റെ പുറകിൽ ഈ പിശാചുക്കൾക്കിടയിലുള്ള പല വർഗങ്ങൾ, പല ഗണങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ ഒരു പ്രാർത്ഥന പെട്ടെന്ന് ഫലിക്കുന്നതും ചില കേസുകൾ ഒട്ടും ഫലിക്കാതെ വരുന്നതുമായ അനുഭവം നമുക്കെല്ലാം മുമ്പ് ഉണ്ടായത് അപ്പസ്തോലന്മാർക്ക് തന്നെയാണ്. അപ്പസ്തോലന്മാർക്ക് ഈശോ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെ വിളിക്കുന്നത് എന്ന് മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 14-15 തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്. ഈശോ അവരെ വിളിച്ചപ്പോൾ തന്നെ തൻ്റെ കൂടെ ആയിരിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വേണ്ടി അവരെ വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് വായിച്ചു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം തന്നെ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അപ്പസ്തോലന്മാർ 2 പേരായിട്ട് പ്രസംഗിക്കാൻ അയക്കുന്ന ഒരു അവസരത്തിൽ അപ്പോൾ ഈശോ അവർക്ക് പിശാചുക്കളുടെ ഒരു അധികാരം കൊടുക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യത്തിലും ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർക്ക് ഈശോ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. മർക്കോസ് 6-ാം അധ്യായത്തിൽ ഈ 7-ാം വാക്യം വായിച്ചു കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാർ അന്ന് പോയി പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അന്ന് അവർ പ്രസംഗിക്കുമ്പോൾ അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. ഈശോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം അനുദപിക്കുവിൻ, സ്നാപകൻ്റെ പ്രസംഗത്തിലും അനുദപിക്കുവിൻ എന്ന് തന്നെ പറഞ്ഞാൽ ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അനുദപിച്ച് പാപത്തിൻ്റെ പിടുത്തങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകണം. കാരണം പിശാചിൻ്റെ പ്രവൃത്തിയാണ് പാപം. പിശാചിൻ്റെ പ്രവൃത്തിയെ പാപം തീരുമ്പോഴാണ് പിശാചിൻ്റെ പിടുത്തം നമ്മുടെ മേലുള്ള വിട്ടുപോകുന്നത്. അപ്പോൾ ദൈവരാജ്യം വരിക എന്നർത്ഥമാണ്. അപ്പോൾ ഈശോ അപ്പസ്തോലന്മാരെ ഇങ്ങനെ പറഞ്ഞയച്ചു. മർക്കോസ് 6-ാം അധ്യായമാണ് സൂചിപ്പിച്ചത്. അവിടെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പസ്തോലന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചുക്കളെ പുറത്താക്കി. അനേകം പിശാചുക്കളെ പുറത്താക്കിയതിൻ്റെ ആവേശവുമായിട്ട് അന്നൊരു തിരിച്ചു വരുന്നത്. ലൂക്ക 10 നമ്മൾ കാണുന്നുണ്ട്. 72 പേര്
പ്രസംഗിക്കാൻ ഈശോ അയച്ചിട്ട് അവർ പോയി 72 പേര് പോയി പ്രസംഗിച്ചിട്ട് 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറയുന്ന ഏകാര്യം ഇതാണ്: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ ഞങ്ങൾ കീഴ്പ്പെട്ടു. പിശാചുകൾ കീഴ്പ്പെടുന്ന അനുഭവം 12 അപ്പസ്തലന്മാർക്ക് മാത്രമല്ല 72 ശിഷ്യന്മാർക്കും അനുഭവമായി അവിടെ ദൈവത്തെ അന്വർത്ഥമായി നമ്മൾ കാണുകയാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഈശോ 3 അപ്പസ്തലന്മാരെയും കൂട്ടിക്കൊണ്ട് താബോർ മലമുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുമ്പോൾ താഴ്വാരത്തിലുള്ള ബാക്കി 9 അപ്പസ്തലന്മാരുടെ പക്കലേക്ക് ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് വചനങ്ങൾ വായിക്കുന്നുണ്ട് 14 മുതൽ വാക്യങ്ങളിൽ. അവിടെ ഈ മകനിൽ നിന്നും പിശാചിനെ ഇറക്കി വിടാനായിട്ട് അപ്പസ്തലന്മാരോട് ഈ അപ്പൻ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പസ്തലന്മാർക്ക് സാധിച്ചില്ല എന്ന് അപ്പം തന്നെ പിന്നീട് ഈശോ പറയുകയാണ്. അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അപ്പസ്തലന്മാർ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് കാണും, ഒരുമിച്ച് പരിശ്രമിച്ചു, ഒരുപക്ഷെ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചു, എന്നിട്ടും അവർക്ക് സാധിച്ചില്ല. അങ്ങനെ നിസ്സഹായതയിൽ അവർ ഞെരുങ്ങി നിൽക്കുമ്പോഴാണ് ഈശോ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഈശോ അപ്പനെ വിളിച്ചു വരുത്തി മോൻ്റെ കാര്യം അന്വേഷിച്ചിട്ട് ആ പിശാചിനെ ഇറക്കി വിടുകയാണ്. അത് കഴിയുമ്പോൾ അപ്പസ്തലന്മാർ അന്ന് വൈകുന്നേരം അവർ താമസിക്കുന്ന വീട്ടിലെത്തുമ്പോൾ 28, 29 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവർ തനിച്ചായപ്പോൾ അപ്പസ്തലന്മാർ സ്വകാര്യമായി ഈശ്വര മക്കരത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കതിനെ ഇറക്കി വിടാൻ പറ്റാതെ പോയത്? അപ്പോൾ ഈശ്വര മറുപടി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ. അതിൻ്റെ ഒരു അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കൈയെഴുത്ത് പ്രതികളിൽ ഇപ്രകാരമാണ്: ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ഈ ഒരു വചനം നമുക്ക് വളരെ ഹൃദ്യസ്ഥമാണ്, പരിചയമാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് വർഗം? പ്രാർത്ഥന ഉപവാസം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് പറയുമ്പോൾ ഏത് വർഗമാണ് ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനിപ്പം ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പൊങ്ങിയിരുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയാം: പിശാചുക്കളുടെ വർഗം അച്ഛാ. പക്ഷേ പിശാചുക്കളുടെ വർഗമാണ് ഈശോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ ദിവസത്തിന് വന്ന അപ്പൻ മോനെ കൊണ്ട് വരുന്നതിന് മുമ്പുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ഈശോ അപ്പസ്തലന്മാർക്ക് അധികാരം പിശാചുക്കളെ കൊടുത്തിട്ട് അവർ പോയി അനേക പ്രാവശ്യം ഈശോ അവരെ അയച്ചിട്ടുണ്ട്. 2 പേരായിട്ടൊക്കെ അവർ പോയി അനേകം പിശാചുക്കളെ പുറത്താക്കിയതാണ്. 72 പേര് പോലും പോയി പുറത്താക്കി. അന്നൊന്നും അവിടെയൊന്നും അവരൊരു നിസ്സഹായത തിരിച്ചു വരുന്നില്ല. ഞങ്ങൾക്ക് ഇറക്കിവിടാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അവർ പോകുമ്പോൾ ഈശോ പറഞ്ഞു വിടുന്നുമില്ല. നല്ലപോലെ ഉപവാസവും പ്രാർത്ഥനയും എടുത്ത് പോയെങ്കിൽ മാത്രമേ പിശാചുക്കളുടെ വർഗത്തെ പുറത്തു കിടക്കാൻ പറ്റുള്ളൂ എന്ന് ഈശോ പറയുന്നുമില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ അന്ന് 72 പേരും 12 പേരും ഒക്കെ പല പ്രാവശ്യം പോയിട്ട് അനേക പിശാചിനെ പുറത്താക്കി. പക്ഷേ ഇന്ന് ഈ പയ്യനെയും കൊണ്ട് അപ്പൻ വരുമ്പോൾ ആ പയ്യനുള്ള പിശാചിനെ ഇറക്കി വിടാനായിട്ട് ഈ അപ്പസ്തലന്മാർ 9 പേരുണ്ടായിട്ടും അവർക്ക് സാധിച്ചില്ല. അവിടെ ഈശോ പറയുന്നു, പ്രാർത്ഥനയും ഉപവാസങ്ങളും മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയല്ല. അപ്പോൾ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പിതാക്കന്മാർ പറയുന്നുണ്ട്, ഇവിടെ ഈശോ ഈ വർഗമെന്ന് പറയുന്ന പിശാചുക്കൾ വർഗത്തെ മൊത്തത്തിലല്ല, പിശാചുക്കൾക്കിടയിൽ പല വർഗങ്ങളുണ്ട്. ഇതൊരു വലിയ ആത്മീയ വെളിപ്പെടുത്തലാണ്. പിശാചുക്കൾക്കിടയിൽ പല വർഗങ്ങളുണ്ട്. അപ്പോൾ അതുവരെയും ആ അപ്പസ്തലന്മാർ കൈകാര്യം ചെയ്ത് ഇറക്കി വിടാൻ ഇടവന്നതായ പൈശാചിക അരൂപികൾ കുറഞ്ഞ വർഗത്തിൽപ്പെട്ടതാണ്, അല്ല താഴ്ന്ന വർഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ സെഷൻ കണ്ടതുപോലെ ശക്തി കുറഞ്ഞ പൈശാചിക അരൂപികളാണ്. അതേസമയം അന്ന് അവർ കൈകാര്യം ചെയ്യാനായിട്ട് ഇടവന്ന ആ പൈശാചിക അരൂപി അതൊരു ബാലനിലാണ് വെളിപ്പെട്ടതെങ്കിൽ പോലും ശക്തി കൂടിയതായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇറക്കി വിടാൻ പറ്റാതെ പോയത്. ഇപ്പോൾ നമുക്ക് തിരിയുന്നുണ്ടോ? നമ്മൾ സൂചിപ്പിച്ചില്ലേ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ മേഖലകളിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥിച്ച് വിടുന്നത് നോക്കുമ്പോഴും ചില കേസിൽ പെട്ടെന്ന് വിടുതൽ കിട്ടും, ചില കേസ് പെട്ടെന്ന് വിടുതൽ കിട്ടുന്നില്ല. അതിൻ്റെ വലിയൊരു രഹസ്യം ഇവിടെ നമ്മൾ കാണുകയാണ്. നമുക്കിതേക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വരും സൃഷ്ടിമക്കാരിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയപോരാട്ട മേഖലകളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.